കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ കോച്ചിംഗ് പ്ലാറ്റ്ഫോമായ ലേൺവൈസ് അവതരിപ്പിക്കുന്ന ഇഗ്നോ ഫോക്കസ് 5.0. ലേൺവൈസ് അക്കാഡമിക് റിസർച്ച് ടീമിന്റെ നേതൃത്വത്തിൽ ഇഗ്നോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് 5.0യിലൂടെ ഇഗ്നോ ഡിഗ്രി PG പ്രോഗ്രാമുകളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ മെഷീൻ ലേണിംഗ് അൽഗോരിതംസ് ഉപയോഗപ്പെടുത്തി വളരെ കോംപ്രിഹെൻസീവായ രീതിയിൽ അനലൈസ് ചെയ്ത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നു. ഇഗ്നോ ഫോക്കസിന്റെ ഭാഗമായിട്ടുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും പ്രെഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ മോഡൽ ആൻസേഴ്സും അടങ്ങിയ PDF ഫയലുകൾ ലേൺവൈസിന്റെ ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ്. ലേൺവൈസിന്റെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കുക. അവിടെ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ എത്രയും പെട്ടെന്ന് ബന്ധപ്പെടുക. 75 92 93 96 16 എന്നതാണ് നമ്പർ. അപ്പോൾ വരുന്ന ഇഗ്നോ എക്സാംസിന് എല്ലാ ലേണേഴ്സിനും എല്ലാവിധ ആശംസകളും നേരുന്നു. ഓൾ ദി ബെസ്റ്റ്. Hello everyone, welcome to IGNO Focus 5.0. IGNO മുൻകാല ചോദ്യ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് സെഷൻ ആണ് നമ്മൾ ഇന്ന് കണ്ടക്ട് ചെയ്യുന്നത്. MA ഹിസ്റ്ററി ഫസ്റ്റ് ഇയറിലെ MHI 102 മോഡേൺ വേൾഡ് എന്ന പേപ്പറിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് ആണ് ഈ ഒരു സെഷനിൽ നമ്മൾ നടത്തുന്നത്. ഡിസംബർ 2021 മുതൽ ജൂൺ 2025 വരെ IGNO നടത്തിയിട്ടുള്ള ടേം ആൻഡ് എക്സാമിനേഷൻസിന്റെ ഏകദേശം 8ഓളം വരുന്ന ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അനലൈസ് ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ 2025 ഡിസംബറിൽ ചോദിക്കാൻ സാധ്യതയുള്ള ടോപ്പിക്കുകൾ ഏതൊക്കെയാണ്, നമ്മൾ കൂടുതൽ ഫോക്കസ് കൊടുക്കേണ്ട ഏരിയാസ് ഏതൊക്കെയാണ്, ഓരോ ആൻസേഴ്സും എങ്ങനെ നമുക്ക് സ്ട്രക്ചർ ചെയ്യാം, ഓരോ ആൻസേഴ്സിലും നമുക്ക് മാക്സിമം എങ്ങനെ സ്കോർ ചെയ്യാം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളായിരിക്കും നമ്മൾ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യുന്നത്. സോ ഇനി എക്സാമിന് വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമാണ് നമ്മളുടെ മുന്നിലുള്ളത്. സോ ഈ ഒരു സമയം നമ്മൾ മാക്സിമം എത്രയും എഫക്റ്റീവ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാനും അതുപോലെ തന്നെ സ്മാർട്ട് ആയിട്ട് പഠിക്കാനും നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സെഷൻ ആയിരിക്കും PYQ UA അഥവാ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് എന്നുള്ളത്. ഓക്കെ, നമുക്ക് സെഷനിലേക്ക് കടക്കാം. ആദ്യം തന്നെ നമ്മൾ ഡോക്യുമെന്റ് റോഡ് മാപ്പ് ആണ് നടത്തുന്നത്. അതായത് ഈ ഒരു സെഷനിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് അനലൈസ് ചെയ്യുന്നത് എന്നുള്ളതാണ്. സോ അതിൽ തന്നെ നമ്മൾ സിലബസ് മാപ്പിംഗ് ആണ് നടത്തുന്നത്. സിലബസ് മാപ്പിംഗിലെ ഓരോ യൂണിറ്റിലും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ടോപ്പിക്കുകൾ ഏതൊക്കെയാണ്, അതിന് എത്രത്തോളം റെലവൻസി ഉണ്ട് എന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്യും. ദെൻ അതിനുശേഷം എക്സാം പാറ്റേൺ അനാലിസിസ്, എക്സാമിന് ക്വസ്റ്റ്യൻസ് ഏത് ഫോമിലാണ് ചോദിക്കാറുള്ളത്, ക്വസ്റ്റ്യൻസിന്റെ ഫോർമാറ്റ് എങ്ങനെയാണ്, ലോങ് എസ്സേ ക്വസ്റ്റ്യൻസ് ആണോ കൂടുതൽ ഉണ്ടാവുക അല്ലെങ്കിൽ ഷോർട്ട് എസ്സേ ക്വസ്റ്റ്യൻസ് ആണോ കൂടുതൽ ഉണ്ടാവുക എന്നുള്ള കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യും. ദെൻ റിക്കറിംഗ് ക്വസ്റ്റ്യൻ റിവ്യൂ, റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യും. അതിനുശേഷം ടോപ്പിക് പ്രോബബിലിറ്റി ആൻഡ് പ്രഡിക്ഷൻസ്. സോ നമ്മൾ പറഞ്ഞു ഡിസംബർ 2021 മുതൽ ജൂൺ 2025 വരെ നടത്തിയിട്ടുള്ള എല്ലാ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും നമ്മൾ അനലൈസ് ചെയ്തിട്ടുണ്ട്. സോ അതിന്റെ അടിസ്ഥാനത്തിൽ ഡിസംബർ 2025 പ്രോബബിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ്, അതായത് ഇനി ഈ ഒരു എക്സാമിന് വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ് എന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്യും. ദെൻ മോക്ക് പ്രഡിക്റ്റീവ് പേപ്പർ, ഈ ഒരു സാധ്യതയുടെ അടിസ്ഥാനത്തിൽ നമ്മളൊരു ക്വസ്റ്റ്യൻ പേപ്പർ സെറ്റ് ചെയ്തിട്ടുണ്ട്. സോ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിനെ കുറിച്ചിട്ടും നമ്മൾ ഡിസ്കസ് ചെയ്യും. ദെൻ ഫൈനലി മോഡൽ ആൻസേഴ്സ് ആൻഡ് മാർക്കിംഗ് സ്കീം, ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ആൻസേഴ്സ് നിങ്ങൾക്ക് ലേൺവൈസ് ആപ്പിൽ ഒരു ഫയലായിട്ട് തന്നെ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. സോ ഒരു PDF നിങ്ങൾ എല്ലാവരും ചെക്ക് ചെയ്യുക. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ഒരു സിലബസ് മാപ്പിംഗിലേക്ക് കടക്കുന്നതിന് മുന്നേ തന്നെ ഞാൻ പറഞ്ഞു ഡിസംബർ 2021 മുതൽ ജൂൺ 2025 വരെയുള്ള ക്വസ്റ്റ്യൻ പേപ്പറുടെ അനലൈസ് ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ ഒരു ഡോക്യുമെന്റ് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. സോ ഇതിലൂടെ നിങ്ങൾക്ക് ഈ ഒരു എക്സാമിന് കൂടുതൽ ഫോക്കസ് കൊടുക്കേണ്ട ഏരിയ ഏതാണ്, ഹൈലി പ്രോബബിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ്, മീഡിയം പ്രോബബിലിറ്റി ഉള്ള ക്വസ്റ്റ്യൻ ഏതൊക്കെയാണ്, ലോ റെലവെന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ഏതൊക്കെയാണ് എന്നുള്ള ഒരു കൃത്യമായിട്ടുള്ള ഒരു ധാരണ നിങ്ങൾക്ക് ലഭിക്കും. സോ ആ ഒരു ഹൈലി പ്രോബബിലിറ്റി ഉള്ള ക്വസ്റ്റ്യനെ നമ്മൾ ഏത് രീതിയിൽ അപ്രോച്ച് ചെയ്യണം, അതെങ്ങനെ നമ്മൾ പഠിക്കണം എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് ഈ ഒരു സെഷൻ കഴിയുന്നതോട് കൂടിയിട്ട് അതിനെ കുറിച്ചിട്ടും വ്യക്തമായിട്ടുള്ള ധാരണ ലഭിക്കും. സോ എക്സാമിന് വളരെ കോൺഫിഡന്റ് ആയിട്ട് ഓരോ ക്വസ്റ്റ്യൻസും ആൻസർ ചെയ്യുന്നതിന് നിങ്ങൾ ഈ ഒരു സെഷന് തീർച്ചയായിട്ടും ഹെൽപ്പ് ചെയ്യും. ഓക്കെ, നമുക്ക് സിലബസ് മാപ്പിംഗിലേക്ക് കടക്കാം. സിലബസ് മാപ്പിംഗ് ബൈ ബ്ലോക്സ്, യൂണിറ്റ്സ് ആൻഡ് ടോപ്പിക്സ് വിത്ത് എക്സാം റെലവൻസ്. ഓരോ യൂണിറ്റിലെയും ടോപ്പിക്കുകൾ എത്രത്തോളം റെലവെന്റ് ആണ് എന്നുള്ളതാണ് നമ്മൾ ഇവിടെ പരിശോധിക്കുന്നത്. സോ ഈ ഓരോ ടോപ്പിക്കുകളുടെയും റെലവൻസിയെ നമ്മൾ നിർണ്ണയിക്കുന്നത് ആ ഒരു ടോപ്പിക്കിൽ നിന്നും എക്സാമിന് എത്ര തവണ ക്വസ്റ്റ്യൻ ചോദിച്ചു എന്നതിന്റെ അടിസ്ഥാനത്തിലാണ്. എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഒരു ടോപ്പിക്കിൽ നിന്നും എക്സാമിനേഷൻസിന്, അതായത് പല ക്വസ്റ്റ്യൻ പേപ്പറുകളിലായിട്ട് ഏകദേശം 10ഓളം തവണ അഥവാ 10 ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ ആ ഒരു ടോപ്പിക്കിൽ നിന്നും ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് എങ്കിൽ അതൊരു ഹൈലി റെലവെന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ്.
സോ ഈ ഒരു രീതിയിലാണ് നമ്മൾ അതിനെ ഹൈ റെലവെന്റ് ആയിട്ടുള്ള ടോപ്പിക്, ദെൻ മീഡിയം റെലവെന്റ് ആയിട്ടുള്ള ടോപ്പിക്, ലോവർ റെലവൻസി ഉള്ള ടോപ്പിക് എന്നിങ്ങനെ നമ്മൾ കാറ്റഗറൈസ് ചെയ്തിട്ടുള്ളത്. ഇവിടെ നമ്മൾ യൂണിറ്റ് 1-ലെ റിനൈസൻസ് ആൻഡ് സെക്യുലർ ഓപ്പണിങ്സ് എന്നുള്ളത് ലോ റെലവെന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ്. 2 തവണ മാത്രമേ അത് എക്സാമിനേഷന് ചോദിച്ചിട്ടുള്ളൂ. ഇനി യൂണിറ്റ് 2-ലേക്ക് വരുമ്പോൾ ദ എൻലൈറ്റ്മെന്റ് ഐഡിയാസ് ആൻഡ് ഇമ്പാക്ട് എന്നുള്ളത് മീഡിയം റെലവെന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ്. 7 തവണയാണ് എക്സാമിനേഷന് ചോദിച്ചിട്ടുള്ളത്. ദെൻ യൂണിറ്റ് 3-ലെ ഫ്രഞ്ച് റെവല്യൂഷൻ, ലെഗസി, നാഷണലിസം ആൻഡ് കൾച്ചർ എന്നുള്ളത് മീഡിയം റെലവെന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ്. 5 തവണയാണ് എക്സാമിന് ചോദിച്ചിട്ടുള്ളത്. ദെൻ യൂണിറ്റ് 4-ലെ അണ്ടർസ്റ്റാൻഡിങ് ദ സ്റ്റേറ്റ് എന്നുള്ളത് ലോ റെലവെന്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ്. 4 തവണയാണ് എക്സാമിനേഷന് ചോദിച്ചത്. ദെൻ യൂണിറ്റ് 4-ലെ തന്നെ മാർക്സിസ്റ്റ് പെർസ്പെക്റ്റീവ് ഓൺ ദ സ്റ്റേറ്റ് എന്നുള്ളത് ലോ റെലവെന്റ് ആയിട്ടുള്ള മറ്റൊരു ടോപ്പിക് ആണ്. 3 തവണയാണ് എക്സാമിന് ചോദിച്ചത്. യൂണിറ്റ് 4-ലെ തന്നെ വെൽഫെയർ സ്റ്റേറ്റ് കോൺസെപ്റ്റ് എന്നുള്ള ഒരു ടോപ്പിക്, അതും ലോ റെലവെന്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ്. 3 തവണയാണ് എക്സാമിന് ചോദിച്ചിട്ടുള്ളത്. ദെൻ യൂണിറ്റ് 5-ലെ ബ്യൂറോക്രറ്റൈസേഷൻ, ഫോംസ് ആൻഡ് ബ്യൂറോക്രസി എന്നുള്ളത് മീഡിയം റെലവെന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ്. 5 തവണ എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. ദെൻ യൂണിറ്റ് 6-ലെ ഡെമോക്രസി ആൻഡ് ചാലഞ്ചസ് എന്നുള്ളത് ലോ റെലവെന്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ്. 4 തവണ എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. ദെൻ യൂണിറ്റ് 7-ലെ മോഡേൺ സ്റ്റേറ്റ് ആൻഡ് വെൽഫെയർ, ഇംഗ്ലണ്ട്, ജർമ്മനി ആൻഡ് ജപ്പാൻ എന്നുള്ളത് ലോ റെലവെന്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ്. 3 തവണയാണ് എക്സാമിനേഷന് ചോദിച്ചത്. ദെൻ യൂണിറ്റ് 8-ലെ നാഷൻസ് ആൻഡ് നാഷണലിസം എന്നുള്ളതും ലോ റെലവെന്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ്. 4 തവണ എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. ദെൻ യൂണിറ്റ് 9-ലേക്ക് വരുമ്പോൾ ക്യാപിറ്റലിസം ആൻഡ് ഇൻഡസ്ട്രിയലൈസേഷൻ എന്നുള്ളത് ഹൈലി റെലവെന്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ്. 10 തവണ എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. ദെൻ യൂണിറ്റ് 11-ലെ ഇമ്പീരിയലിസം, തിയറീസ് ആൻഡ് സ്റ്റേജസ് എന്നുള്ളത് ലോ റെലവെന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ്. 3 തവണ എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. ദെൻ യൂണിറ്റ് 12-ലെ കൊളോണിയലിസം, ഡെഫിനിഷൻസ്, സ്റ്റേജസ് ആൻഡ് ഫീച്ചേഴ്സ് എന്നുള്ളത് ലോ റെലവെന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ്. 4 തവണയാണ് എക്സാമിന് ചോദിച്ചത്. ദെൻ യൂണിറ്റ് 13-ലെ ഡീകോളനൈസേഷൻ, അപ്രോച്ചസ് ഓർ കമ്പാരിസൺസ് എന്നുള്ളത് ലോ റെലവെന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ്. 2 തവണ എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. ദെൻ യൂണിറ്റ് 14-ലേക്ക് വരുമ്പോൾ മൈഗ്രേഷൻസ് ആൻഡ് സെറ്റിൽമെന്റ്സ് ലോ റെലവെന്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ്. 2 തവണയാണ് എക്സാമിന് ചോദിച്ചിട്ടുള്ളത്. ദെൻ യൂണിറ്റ് 15-ലേക്ക് വരുമ്പോൾ നേഷൻ സ്റ്റേറ്റ് സിസ്റ്റം ആൻഡ് ഇന്റർനാഷണൽ റിലേഷൻസ് അഥവാ IR, ഇത് ലോ റെലവെന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ്. 2 തവണയാണ് എക്സാമിനേഷന് ചോദിച്ചിട്ടുള്ളത്. ദെൻ യൂണിറ്റ് 16-ലെ കോൾഡ് വാർ, ഇന്റർനാഷണൽ റൈവാലറീസ്, തിയറീസ് ആൻഡ് നോൺ അലൈൻഡ് മൂവ്മെന്റ്, ഇതും 3ഉം ഹൈലി റെലവെന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ്. 11 തവണ എക്സാമിനേഷന് ചോദിച്ചിട്ടുണ്ട്. ദെൻ യൂണിറ്റ് 17-ലേക്ക് വരുമ്പോൾ റഷ്യൻ റവല്യൂഷൻ, പ്രില്യൂഡ് ഓർ 1917 ഓർ ലെഗസി എന്നുള്ളത് ലോ റെലവെന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ്. 4 തവണയാണ് എക്സാമിന് ചോദിച്ചത്. ദെൻ യൂണിറ്റ് 19-ലേക്ക് വരുമ്പോൾ നോളജ് റവല്യൂഷൻ, പ്രിന്റിംഗ്, എഡ്യൂക്കേഷൻ ആൻഡ് മീഡിയ എന്നുള്ളത് ലോ റെലവെന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ്. 4 തവണയാണ് എക്സാമിന് ചോദിച്ചത്. ദെൻ യൂണിറ്റ് 20-ലെ ടെക്നോളജിക്കൽ റെവല്യൂഷൻ, മെഡിസിൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ എന്നുള്ളതും ലോ റെലവെന്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ്. 4 തവണ എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. ദെൻ യൂണിറ്റ് 21-ലെ മോഡേൺ വാർഫെയർ ലോ റെലവെന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ്. 3 തവണയാണ് എക്സാമിന് ചോദിച്ചത്. ദെൻ യൂണിറ്റ് 22-ലെ കൊളാപ്സ് ഓഫ് ദി സോവിയറ്റ് യൂണിയൻ ലോ റെലവെന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ്. 2 തവണ എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. ദെൻ യൂണിറ്റ് 23-ലെ ഡെമോഗ്രഫി, തിയറീസ് ആൻഡ് ലിങ്കേജസ് എന്നുള്ളത് ലോ റെലവെന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ്. 3 തവണയാണ് എക്സാമിനേഷന് ചോദിച്ചിട്ടുള്ളത്. ദെൻ യൂണിറ്റ് 24-ലെ എക്കോളജി ആൻഡ് എൻവയോൺമെന്റൽ ചേഞ്ച് എന്നുള്ളതും ലോ റെലവെന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ്. 1 തവണയാണ് എക്സാമിന് ചോദിച്ചിട്ടുള്ളത്. ദെൻ യൂണിറ്റ് 25-ലെ കൺസ്യൂമറിസം ആൻഡ് മെറ്റീരിയൽ കൾച്ചർ എന്നുള്ളതും ലോ റെലവെന്റ് ആയിട്ടുള്ള മറ്റൊരു ടോപ്പിക് ആണ്. 3 തവണയാണ് എക്സാമിന് ചോദിച്ചിട്ടുള്ളത്. ദെൻ യൂണിറ്റ് 26-ലെ ഗ്ലോബലൈസേഷൻ ആൻഡ് ഡെവലപ്മെന്റ് എന്നുള്ളതും ലോ റെലവെന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ്. 3 തവണ എക്സാമിനേഷന് ചോദിച്ചിട്ടുണ്ട്. സോ ഇതാണ് ഓരോ യൂണിറ്റിലെയും പ്രധാനപ്പെട്ട ടോപ്പിക്കുകൾ വരുന്നത്. ഞാൻ പറഞ്ഞു ഓരോ ടോപ്പിക്കും എത്രത്തോളം റെലവെന്റ് ആണ് എന്ന് നമ്മൾ നിർണ്ണയിക്കുന്നത് ആ ടോപ്പിക്കിൽ നിന്നും എക്സാമിനേഷൻ എത്ര തവണ ക്വസ്റ്റ്യൻസ് വന്നു എന്നതിന്റെ അടിസ്ഥാനത്തിലാണ്. സോ ഇവിടെ 10 കൂടുതൽ തവണ 10 അല്ലെങ്കിൽ അതിൽ കൂടുതലോ തവണ എക്സാമിനേഷൻ ആ ഒരു ടോപ്പിക് ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അത് ഹൈലി റെലവെന്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ്.
ഇനി ഒരു 5 to 9 ടൈംസ് ആണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് എങ്കിൽ മീഡിയം റെലവെന്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ്. ബിലോ 5 ആണ് ക്വസ്റ്റ്യൻ എക്സാമിന് വന്നത് എങ്കിൽ ലോ റെലവെന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ്. സോ ഇതിന്റെ ഒരു ബാർ ചാർട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. സോ ഇതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ യൂണിറ്റ് 16 നിന്നാണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളത്. ദെൻ അതിനുശേഷം കൂടുതൽ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് യൂണിറ്റ് 4 നിന്നും യൂണിറ്റ് 9 നിന്നുമാണ്. ഏകദേശം ഒരു സെയിം ആയിട്ടാണ് യൂണിറ്റ് 4 ആൻഡ് യൂണിറ്റ് 9 നിന്നും ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളത്. ദെൻ അതിനുശേഷം കുറച്ചുകൂടി ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ടോപ്പിക് യൂണിറ്റ് വരുന്നത് സെക്കൻഡ് യൂണിറ്റ് ആണ്. പിന്നെ ബാക്കി എല്ലാ ക്വസ്റ്റ്യൻസും എല്ലാ യൂണിറ്റ്സിൽ നിന്നും കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. ഇപ്പൊ യൂണിറ്റ് 3 ആൻഡ് യൂണിറ്റ് 5 നിന്നും ഒരേ അളവിലാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. ദെൻ നമ്മൾ യൂണിറ്റ് 17, യൂണിറ്റ് 19, യൂണിറ്റ് 21 എന്നുള്ളതും ഒരേ രീതിയിൽ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന യൂണിറ്റുകളാണ്. ദെൻ യൂണിറ്റ് 21, യൂണിറ്റ് 23, യൂണിറ്റ് 24, യൂണിറ്റ് 25, യൂണിറ്റ് 11, യൂണിറ്റ് 7 ഇതിൽ നിന്നൊക്കെ ഒരേ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ആ ഒരു രീതിയിൽ തന്നെയാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ഇതിൽ ഏറ്റവും കുറവ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന യൂണിറ്റ് 24 ആണ്. ഓക്കെ, അപ്പൊ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്നത് യൂണിറ്റ് 16 നിന്നും യൂണിറ്റ് 9 നിന്നും യൂണിറ്റ് 4 നിന്നും ആണ്. ദെൻ ഏറ്റവും കുറവ് ക്വസ്റ്റ്യൻസ് വരുന്ന യൂണിറ്റ് 24, യൂണിറ്റ് 22, യൂണിറ്റ് 15, യൂണിറ്റ് 14, യൂണിറ്റ് 13 ആൻഡ് യൂണിറ്റ് 1 ആണ്. ഓക്കെ, ഇതിന്റെ ഒരു ഹീറ്റ് മാപ്പ് സമ്മറിയും ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതായത് ഓരോ യൂണിറ്റും എത്രത്തോളം റെലവെന്റ് ആണ് എന്നാണ് ഇവിടെ കാണിക്കുന്നത്. അതിൽ ഡാർക്കർ ലൈൻസിലേക്ക് വരുമ്പോൾ ഒരു ഡാർക്കർ ആയിട്ട് വരുന്നത് ഫ്യൂവർ റെലവെന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് അല്ലെങ്കിൽ യൂണിറ്റ്സ് ആണ്. ദെൻ അതിൽ നമ്മൾ ലൈറ്റർ ആയിട്ട് വരുന്ന ഏരിയാസ് ആണ് ഓരോ എക്സാമിനും ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ള യൂണിറ്റ്സ്. ഓക്കെ, ഇനി നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട നമ്മളിപ്പോ ഈ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ അനലൈസ് ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതലായിട്ട് ചോദിച്ചിട്ടുള്ള അതായത് ഹൈ യീൽഡ് ടോപ്പിക്സ് ആയിട്ട് വരുന്നത് 3 ടോപ്പിക് ആണ്. അതിൽ ഫസ്റ്റ് വൺ കോൾഡ് വാർ ആണ്. ദെൻ മറ്റൊന്ന് ഇന്റർനാഷണൽ റൈവാലറീസുമായി ബന്ധപ്പെട്ട തിയറീസും. ദെൻ മറ്റൊന്ന് നോൺ അലൈൻഡ് മൂവ്മെന്റ്. ഇപ്പൊ യൂണിറ്റ് 16 നിന്നുള്ള ഈ 3 ടോപ്പിക്കുകളും ഹൈ റെലവെന്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ്. 11 തവണ എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. ദെൻ യൂണിറ്റ് 9 ക്യാപിറ്റലിസം ആൻഡ് ഇൻഡസ്ട്രിയലൈസേഷൻ ആണ് ദെൻ വരുന്ന ഒരു ഹൈ യീൽഡ് ടോപ്പിക്. ഇതും 10 തവണ എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. ദെൻ യൂണിറ്റ് 2 നിന്നുള്ള ദ എൻലൈറ്റ്മെന്റ് ഐഡിയാസ് ആൻഡ് ഇമ്പാക്റ്റും ഹൈ യീൽഡ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ്. അതിൽ ഏകദേശം 7 തവണയാണ് എക്സാമിനേഷൻ ആ ഒരു ഏരിയയിൽ നിന്നും ക്വസ്റ്റ്യന് ചോദിച്ചിട്ടുള്ളത്. അപ്പം ഈ 3 ഏരിയാസും യൂണിറ്റ് 16, യൂണിറ്റ് 9, യൂണിറ്റ് 2 എന്നുള്ളത് നിങ്ങൾക്ക് ഹൈലി സ്കോർ ചെയ്യാൻ പറ്റുന്ന എന്തായാലും എക്സാമിന് ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു യൂണിറ്റുകളാണ് ഈ 3 യൂണിറ്റ്സും ആൻഡ് ഈ ടോപ്പിക്കുകളൊക്കെ. They recur across both long answers and short notes, linked directly to core syllabus headings and span conceptual plus task-based angles, giving you a reliable mark-rich ground. So, ഈ ഒരു ഏരിയയിൽ നിന്നും മേ ബി നിങ്ങൾക്ക് എന്താണ് ലോങ് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യനും ചോദിക്കാനും അതുപോലെ തന്നെ ഷോർട്ട് നോട്ട് ആയിട്ട് ചോദിക്കാനും സാധ്യതയുള്ള ഏരിയാസ് ആണ്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ കോംപ്രഹെൻസീവ് എക്സാം പാറ്റേൺ അനാലിസിസ്. സോ ഇവിടെ നമ്മളുടെ ക്വസ്റ്റ്യൻസ് ഏത് രീതിയിലാണ് ചോദിക്കുന്നത്, ഒരു ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഒരു മോഡൽ എങ്ങനെയാണ്, മോഡൽ അല്ല ഓരോ ക്വസ്റ്റ്യൻസും ഏത് രീതിയിലാണ് നമ്മളുടെ ഇൻസ്ട്രക്ഷൻസ് എങ്ങനെയൊക്കെയാണ് വരുന്നത് എന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ ഈ ഒരു ഡിസംബർ 2021 ടു ജൂൺ 2025 വരെ നമ്മൾ നടത്തിയിട്ടുള്ള ആ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ അനലൈസിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇത് പറയുന്നത്. ഇപ്പൊ യൂഷ്വൽ ആയിട്ട് നമ്മളോട് പറയാം ആൻസർ എനി 5 questions in about 500 words each. All questions carry equal marks and a recurring short note slot. അപ്പൊ നമ്മളോട് പൊതുവെ പറയുന്നത് നമുക്ക് നമ്മൾ കമ്പൽസറി ആയിട്ടും 5 ക്വസ്റ്റ്യൻസിന് ആൻസർ എഴുതണം. ആ 5 ക്വസ്റ്റ്യൻസിനും ഏകദേശം 20 മാർക്ക് വീതമാണ് ഉണ്ടാവുക. അതും നമ്മൾ 500 വേർഡ്സിൽ എഴുതണം. സോ ഈ ഒരു 5 ക്വസ്റ്റ്യൻസിൽ തന്നെ നമുക്ക് 2 ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസ് കാണാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ലോങ് എസ്സേ ക്വസ്റ്റ്യൻ ആണ്. ലോങ് എസ്സേ എന്ന് പറയുമ്പോൾ അതിന് 20 മാർക്കാണ് ഉണ്ടാവുക. 500 വേർഡ്സിലാണ് നമ്മൾ ലോങ് എസ്സേ ക്വസ്റ്റ്യൻ എഴുതേണ്ടത്. സോ ഈ 5 ക്വസ്റ്റ്യൻസ് നമ്മൾ ടോട്ടൽ അറ്റൻഡ് ചെയ്യേണ്ടത് 4 ക്വസ്റ്റ്യൻ എന്താണ് ലോങ് എസ്സേ ക്വസ്റ്റ്യൻ ആയിരിക്കും. ദെൻ മറ്റൊന്ന് വരുന്നത് ഷോർട്ട് നോട്ട്സ് ആണ്. ഷോർട്ട് നോട്ട്സിന് 2 ഷോർട്ട് നോട്ട് ആണ് നമ്മൾ അറ്റൻഡ് ചെയ്യേണ്ടത്. ഒരു ഷോർട്ട് നോട്ടിന് 10 മാർക്ക്, അങ്ങനെ 2 ഷോർട്ട് നോട്ടിന് 20 മാർക്കാണ് ഉണ്ടാവുക. 250 വേർഡ്സിലാണ് നമ്മൾ ഓരോ ഷോർട്ട് നോട്ടും എഴുതേണ്ടത്. ദെൻ നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ നോക്കിയ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കിയിട്ടുള്ളത്
മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസോ അല്ലെങ്കിൽ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ക്വസ്റ്റ്യൻസോ ന്യൂമറിക്കൽ പ്രോബ്ലംസോ ഒന്നും നമ്മുടെ ഒരു ഹിസ്റ്ററി പേപ്പറിൽ ഇതുവരെ ചോദിച്ചിട്ടില്ല. ഈ ഒരു ലോങ് എസ്സേ ഷോർട്ട് നോട്ട് രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ് ഈ ഒരു കാലയളവിലായിട്ട് 2021 ഡിസംബർ ടു ജൂൺ 2025 ചോദിച്ചിട്ടുള്ളത്. നെക്സ്റ്റ് നമുക്ക് ക്വസ്റ്റ്യൻ ഫോർമാറ്റ് എങ്ങനെയാന്ന് നോക്കാം. നോർമലി 4 ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവല്. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് അനലിറ്റിക് എസ്സേ ആണ്. അപ്പൊ നമ്മുടെ ലോങ് എസ്സേ എന്ന് പറഞ്ഞല്ലോ, ലോങ് എസ്സേയിൽ ചോദിക്കുന്ന ഒരു ഫോർമാറ്റ് ഓഫ് ക്വസ്റ്റ്യൻ ആണ് അനലിറ്റിക് എസ്സേ എന്നുള്ളത്. ഇത് നമ്മൾ 20 മാർക്കിനാണ് നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവുക. 500 വേർഡ്സിനായിരിക്കണം നമ്മളത് എഴുതേണ്ടത്. സോ ഇവിടെ നമ്മൾ ആ ഒരു സംഭവത്തെ, എന്താണോ ഇവന്റ് അല്ലെങ്കിൽ എന്താണോ പ്രോസസ്, അതിനെ ജസ്റ്റ് ഡിസ്ക്രൈബ് ചെയ്യുക എന്നതിലുപരി, ഇപ്പം അതിന് ജസ്റ്റ് ഡിസ്ക്രൈബ് ചെയ്യാതെ നമ്മളുടെ ക്രിറ്റിക്കലായിട്ട് അതിനെ അനലൈസ് ചെയ്യാനും അതിനെ നമ്മൾ കമ്പയർ ചെയ്യാനും ഒക്കെയുള്ള നമ്മളുടെ എബിലിറ്റിയാണ് നമ്മളിവിടെ പ്രൂവ് ചെയ്യേണ്ടത്. സോ ഈ ഒരു അനലിറ്റിക് എസ്സേ വരുമ്പോൾ നമുക്ക് കോമൺ ആയിട്ട് എങ്ങനെയാ ചോദിക്കുക, ഒന്നുകിൽ അതിനെ ക്രിറ്റിക്കലി എക്സാമിൻ ചെയ്യുക അല്ലെങ്കിൽ അതിനെ കമ്പയർ ചെയ്യുക എന്നുള്ള രീതിയിലൊക്കെയാണ് ചോദിക്കുക. അപ്പൊ മെയിൻ ആയിട്ട് ഈ ഒരു ഫോർമാറ്റിൽ വരുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് നമ്മളുടെ ഇപ്പം ഇമ്പീരിയലിസം, അതുപോലെ തന്നെ നാഷണലിസം, പൊളിറ്റിക്കൽ ട്രാൻസിഷൻസ് തുടങ്ങിയിട്ടുള്ള ടോപ്പിക്സ് ആണ് ഈ ഒരു അനലിറ്റിക്കൽ എസ്സേയിൽ കോമൺ ആയിട്ട് ചോദിക്കാറുള്ളത്. ദെൻ അടുത്തൊരു ക്വസ്റ്റ്യൻ ഫോർമാറ്റ് ആണ് എക്സ്പ്ലനേറ്ററി ഓർ കോസൽ എസ്സേ എന്നുള്ളത്. ഇതും 500 വേർഡ്സിലാണ് നമ്മൾ എഴുതേണ്ടത്. 20 മാർക്കാണ് ഉണ്ടാവുക. സോ ഇവിടെ നമ്മളോട് ചോദിക്കുന്നത് ഹൗ ഓർ വൈ സംതിങ് ഹാപ്പൻഡ്, എന്തുകൊണ്ടാണ് അല്ലെങ്കിൽ എങ്ങനെയാണ് ആ ഒരു സംഭവം നടന്നിട്ടുള്ള ഒരു പ്രോസസ്സ് നടന്നിട്ടുള്ളത്. കോമൺ ആയിട്ട് ഈ ഒരു ക്വസ്റ്റ്യൻ സ്റ്റാർട്ട് ചെയ്യാം ഹൗ ഡിഡ് അല്ലെങ്കിൽ വൈ ഡിഡ് എന്നുള്ള പേരിലാണ്. അപ്പം നമ്മളിവിടെ എന്തുകൊണ്ടാണ് എങ്ങനെയാണ് ആ ഒരു പ്രോസസ്സ് നടന്നിട്ടുള്ളത്, അതിന്റെ കോസസ് എന്തൊക്കെയാണ്, അതിന്റെ കോൺസിക്വൻസസ് എന്തൊക്കെയാണ്, അതിന്റെ സിഗ്നിഫിക്കൻസ് എന്തൊക്കെയാണ്, ഇത്രയും കാര്യങ്ങളായിരിക്കണം നമ്മൾ അവിടെ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്. അപ്പം ഈ ഒരു എസ്സേയിൽ നമ്മൾ പ്രധാനമായിട്ടും എന്താണ് ഇൻക്ലൂഡ് ചെയ്യേണ്ടത്, ആദ്യം അതിനൊരു ഇൻട്രൊഡക്ഷൻ വേണം. ആ ഒരു ഇൻട്രൊഡക്ഷനിൽ നമ്മൾ കീ ടേംസ് ഡിഫൈൻ ചെയ്യണം. പിന്നെ അതിന്റെ സെൻട്രൽ ആർഗ്യുമെന്റ് എന്താണോ നമ്മൾ പറയുന്ന ഒരു ആർഗ്യുമെന്റ് അത് പ്രസന്റ് ചെയ്യണം. ദെൻ അതിന് ശേഷം മെയിൻ ബോഡിയാണ്. ഈ മെയിൻ ബോഡിയിലാണ് നമ്മൾ കമ്പയർ ചെയ്യുന്നതും നമ്മളുടെ അനാലിസിസ് നടത്തുന്നതും ദെൻ നമ്മൾ സ്പെസിഫിക് എക്സാമ്പിൾ വെച്ചിട്ട് അതിനൊരു എവിഡൻസ് അയച്ചു കൊടുക്കുന്നതൊക്കെ മെയിൻ ബോഡിയിലാണ്. ദെൻ നമുക്ക് ലാസ്റ്റ് വരുന്നത് കൺക്ലൂഷൻ ആണ്. ദെൻ മൂന്നാമത് വരുന്ന ഒരു ടൈപ്പ് ഓഫ് അല്ലെങ്കിൽ ഫോർമാറ്റ് ഓഫ് ക്വസ്റ്റ്യൻ ആണ് കോൺസെപ്ച്വൽ ഓർ ഡിസ്ക്രിപ്റ്റീവ് എസ്സേ എന്നുള്ളത്. ഇപ്പം ഇവിടെ മെയിൻ ആയിട്ട് എന്താണ് ആ ഒരു പ്രോസസ് എന്നുള്ളത് ഡയറക്റ്റ് ആയിട്ട് നമ്മളോട് ചോദിക്കുകയാണ്. ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ വാട്ട് ഈസ് എ നേഷൻ അല്ലെങ്കിൽ ഡിഫൈൻ ബ്യൂറോക്രറ്റൈസേഷൻ, ഇങ്ങനെ ഡയറക്റ്റ് ആയിട്ട് ആ ഒരു സംഭവം എക്സ്പ്ലെയിൻ ചെയ്യാൻ നമ്മളോട് ചോദിക്കുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് കോൺസെപ്ച്വൽ ഓർ ഡിസ്ക്രിപ്റ്റീവ് എസ്സേ എന്ന് പറയുന്നത്. ഇതും 500 വേർഡ്സിലാണ് നമ്മൾ എഴുതേണ്ടത്. 20 മാർക്കാണ് ഈ ക്വസ്റ്റ്യന് ഉണ്ടാവുക. സോ ഇതിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്, നമ്മളുടെ ആ ഒരു കോൺസെപ്റ്റ് നമ്മൾ ക്ലിയർ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുക. നമ്മൾ അതിനെ ആർഗ്യൂ ചെയ്യുക അല്ലെങ്കിൽ കമ്പയർ ചെയ്യുക അല്ലെങ്കിൽ അനലൈസ് ചെയ്യേണ്ട ആവശ്യമൊന്നും ഈ ഒരു കോൺസെപ്റ്റിൽ അല്ലെങ്കിൽ ഡിസ്ക്രിപ്റ്റീവ് എസ്സേയിലേക്ക് വരുമ്പോൾ നമ്മൾ ചെയ്യേണ്ടതായിട്ടില്ല. ഈ ആർഗ്യുമെന്റും അനലൈസും ഒക്കെ ചെയ്യേണ്ടത് നമ്മൾ അനലിറ്റിക്കൽ എസ്സേയിലാണ് കേട്ടോ, അനലിറ്റിക് എസ്സേയിലാണ്. ദെൻ അടുത്തൊരു ഫോർമാറ്റ് ഓഫ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഷോർട്ട് നോട്ട് ആണ്. ഷോർട്ട് നോട്ട് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു നമ്മൾ 2 ഷോർട്ട് നോട്ടാണ് എഴുതേണ്ടത്. ഓരോ ഷോർട്ട് നോട്ടും 250 വേർഡ്സിലാണ് എഴുതേണ്ടത്. ഒരു ഷോർട്ട് നോട്ടിന് 10 മാർക്ക് വീതമാണ് ഉണ്ടാവുക. അങ്ങനെ 2 ഷോർട്ട് നോട്ടിന് 20 മാർക്കാണ് ഉണ്ടാവുക. സോ ഈ ഒരു ഷോർട്ട് നോട്ടിലേക്ക് വരുമ്പോൾ നമ്മൾ അതിനെ നമുക്ക് ഒരു ക്ലിയർ ആയിട്ട് ഒരു ഡെഫിനിഷൻ എന്താണ് എന്നുള്ളത് കൃത്യമായി ചെയ്താൽ, ഇപ്പൊ കൂടുതലായിട്ട് എലാബറേറ്റ് ആയിട്ട് കാര്യങ്ങൾ എഴുതാതെ കീ പോയിന്റ്സ് വരുന്നത് നമ്മൾ കാര്യമായിട്ടുള്ള സംഭവങ്ങൾ മാത്രം അതിൽ ഇൻക്ലൂഡ് ചെയ്യാം. വീട്ടിലിരുന്ന് ഡിഗ്രി PG പഠിക്കാം. ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലെൻവൈസിന്റെ സഹായത്തോടെ രാജ്യത്തെ ഏറ്റവും മികച്ച ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയായ ഇഗ്നോയിൽ നിന്നും ഡിഗ്രി അല്ലെങ്കിൽ PG നേടാം. കൂടുതൽ വിവരങ്ങൾക്കായി എത്രയും പെട്ടെന്ന് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സാപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക. ഓക്കെ, ഇനി നമുക്ക് ഓരോ യൂണിറ്റിൽ നിന്നും എക്സാമിന് എത്രത്തോളം ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട് അല്ലെങ്കിൽ ആ ഒരു യൂണിറ്റിൽ നിന്നും എക്സാമിനേഷൻ എത്രത്തോളം ഷെയർ വരുന്നുണ്ട്, ഓരോ ക്വസ്റ്റ്യൻസും എത്രത്തോളം ക്വസ്റ്റ്യൻസ് ഓരോ യൂണിറ്റിൽ നിന്നും ചോദിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, അപ്പം അൺമാപ്ഡ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഏതെങ്കിലും ഒരു സ്പെസിഫിക് ആയിട്ടുള്ള യൂണിറ്റിൽ നിന്ന് മാത്രം ചോദിക്കാതെ ഇങ്ങനെ ഓവർലാപ്പ് ചെയ്തിട്ട് എല്ലാ യൂണിറ്റ്സിൽ നിന്നും കൂടി കുറച്ച് ക്വസ്റ്റ്യൻസ് പല യൂണിറ്റിൽ നിന്നും ഇൻക്ലൂഡ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതിനെയാണ് അൺമാപ്ഡ് എന്ന് പറയുന്നത്. സോ ഈ ഒരു അൺമാപ്ഡ് ക്വസ്റ്റ്യൻസ് ഏകദേശം 18% വന്നിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്.
ദെൻ മിക്സ്ഡ് അല്ലെങ്കിൽ ഷോർട്ട് നോട്ട്സും ഇതുപോലെ തന്നെ 16% വന്നിട്ടുള്ളത്. ഏകദേശം 32 മാർക്സ് ആണ്, ആവറേജ് മാർക്ക് 32 ആണ്. ദെൻ യൂണിറ്റ് 9 നിന്നും ഒരു 12% മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ് വന്നിട്ടുള്ളത്. 24 ആണ് ആവറേജ് മാർക്ക്. യൂണിറ്റ് 2 നിന്നും 8% ആണ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. 16 ആണ് ആവറേജ് മാർക്ക്. യൂണിറ്റ് 8 നിന്നും 8% ആണ് വന്നിട്ടുള്ളത്. 16 തന്നെയാണ് മാർക്ക്. ദെൻ യൂണിറ്റ് 20 നിന്നും 8% ആണ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. 16 ആണ് മാർക്ക്. യൂണിറ്റ് 17 നിന്നും 8% ആണ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. 16 ആണ് മാർക്ക്. യൂണിറ്റ് 16 നിന്നും 8% ആണ് 8% വന്നിട്ടുണ്ട്. 16 തന്നെയാണ് ആവറേജ് മാർക്ക്. യൂണിറ്റ് 14 നിന്നും ഏകദേശം 8% തന്നെയാണ് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളത്. അത് 16 ആവറേജ് മാർക്ക് വരുന്നത്. ദെൻ യൂണിറ്റ് 4 നിന്നും 8%, 16 തന്നെയാണ് ആവറേജ് മാർക്ക്. യൂണിറ്റ് 7 നിന്നും 6% ആവറേജ് മാർക്ക് വരുന്നത് 12 ആണ്. ദെൻ യൂണിറ്റ് 6 നിന്നും 6%, 12. ദെൻ യൂണിറ്റ് 26 6%, ദെൻ 12 ആണ് ആവറേജ് മാർക്ക്. യൂണിറ്റ് 5 നിന്നും 6% മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. അതിൽ യൂണിറ്റ് 5 തന്നെ ആവറേജ് മാർക്ക് 12 ആണ്. യൂണിറ്റ് 19 സെയിം 6% ആണ്, 12 ആണ് ആവറേജ് മാർക്ക്. യൂണിറ്റ് 3 നിന്നും 6% തന്നെയാണ് ആവറേജ് മാർക്ക് 12 ആണ്. യൂണിറ്റ് 25 നിന്നും 4% ആണ് ആവറേജ് മാർക്ക് 8 ആണ്. യൂണിറ്റ് 12 നിന്നും 4% ആണ് 8 ആണ് ആവറേജ് മാർക്ക്. യൂണിറ്റ് 15 നിന്നും 4% ആണ് 8 ആണ് ആവറേജ് മാർക്ക്. യൂണിറ്റ് 1 നിന്നും 2% ആണ് 4 ആണ് ആവറേജ് മാർക്ക്. യൂണിറ്റ് 11 നിന്നും 2% ആണ് 4 ആണ് ആവറേജ് മാർക്ക്. യൂണിറ്റ് 13 നിന്നും 2 ആണ് പെർസെൻറ്റേജ് 4 ആണ് ആവറേജ് മാർക്ക്. യൂണിറ്റ് 21 നിന്നും 2 ആണ് പെർസെൻറ്റേജ് 4 ആണ് ആവറേജ് മാർക്ക്. ദെൻ യൂണിറ്റ് 22 2 ആണ് പെർസെൻറ്റേജ് 4 ആണ് ആവറേജ് മാർക്ക്. യൂണിറ്റ് 23 2% ആണ് ആവറേജ് മാർക്ക് 4 ആണ്. യൂണിറ്റ് 24 2% ആണ് ആവറേജ് മാർക്ക് 4 ആണ്. ഇവിടെ ഈ ഒരു ട്രെൻഡ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇവിടെ നോക്കുകയാണെങ്കിൽ ഈ ഒരു ചാർട്ടിൽ ഇവിടെ നിങ്ങൾക്ക് ഓറഞ്ച് കളറിലായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് ജനറൽ ലോങ് എസ്സേ ആണ്. ദെൻ ഒരു ബ്ലൂ കളറിലായിട്ട് കാണാൻ പറ്റുന്നത് എക്സ്പ്ലനേറ്ററി ഓർ കോഴ്സൽ എസ്സേ ആണ്. ദെൻ ഗ്രീൻ ലൈനിൽ അനലിറ്റിക് എസ്സേ ആണ്. ഷോർട്ട് നോട്ട് യെല്ലോ ആയിട്ടാണ് കാണുന്നത്. അപ്പം ഈ ഒരു ഷോർട്ട് നോട്ടിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. ഷോർട്ട് നോട്ട് നോക്കുന്ന സമയത്ത് അതിൽ വലിയ രീതിയിലുള്ള മാറ്റങ്ങളൊന്നും നമുക്ക് കാണാൻ പറ്റുന്നില്ല. ഇപ്പൊ ഡിസംബർ 2021 മുതൽ ജൂൺ 2025 വരെ നോക്കുന്ന സമയത്തും സ്റ്റേബിൾ ആയിട്ടാണ് അതുള്ളത്. അതായത് തീരെ കുറയുന്നില്ല. അപ്പൊ നമുക്ക് ഈ ഒരു ഷോർട്ട് നോട്ട് എന്തായാലും ഈ ഒരു എക്സാമിനും പ്രതീക്ഷിക്കുക എന്നുള്ളതാണ്. അപ്പം ഈ വർഷങ്ങളിലൊക്കെയും ഷോർട്ട് നോട്ട്സ് ചോദിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അനലിറ്റിക് എസ്സേയിലേക്ക് വരുമ്പം ഡിസംബർ 2021 ഒരു 20 to 30 ആയിരുന്നു അനലിറ്റിക് എസ്സേ ഉണ്ടായിരുന്നത് എങ്കിൽ പിന്നീട് അത് കുറയുന്നുണ്ട്. ജൂൺ 2022, ഡിസംബർ 2022, ജൂൺ 2023 ഒരേ രീതിയിൽ തന്നെ ആ ഒരു ഏരിയയിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരുന്നു. പക്ഷേ ഡിസംബർ 2023 എത്തുമ്പോൾ അത് കുറയുന്നുണ്ട്. ദെൻ ജൂൺ 2024 എത്തുമ്പോൾ വീണ്ടും കൂടുന്നു. പിന്നീട് അങ്ങോട്ട് എന്താണ് നല്ലൊരു ഡിക്രീസ് ആണ് അനലിറ്റിക് എസ്സേക്ക് ഉള്ളത്. അപ്പൊ ഇനീഷ്യലി ഡിസംബർ 2021 നല്ല രീതിയിൽ തന്നെ അനലിറ്റിക് എസ്സേ ചോദിച്ചിരുന്നുവെങ്കിൽ ജൂൺ 2025 വരുമ്പോൾ അത് ഡിക്രീസ് ആവുന്നു എന്നുള്ളതാണ്. ദെൻ നമ്മൾ എക്സ്പ്ലനേറ്ററി അല്ലെങ്കിൽ കോഴ്സൽ എസ്സേ നോക്കുന്ന സമയത്തും ഡിസംബർ 2021 അതൊരു 20 to 30 ഉണ്ടായിരുന്നത്. ഒരു 30യോട് അടുക്കാറായിട്ടുണ്ട്. പക്ഷെ പിന്നെ അതിനെന്താണ് ഒരു ഡീക്ലൈൻ ഉണ്ടാവുകയാണ്. ദെൻ ഡീക്ലൈൻ ഉണ്ടായി. അതിനുശേഷം ഡിസംബർ 2024 കുറച്ച് കൂടുന്നു. അതിനുശേഷം വീണ്ടും ജൂൺ 2025 വീണ്ടും കൂടിയിട്ടുണ്ട്. അപ്പൊ അത് ഇൻക്രീസ് ചെയ്യാണ് ഇവിടെ. അപ്പം എക്സ്പ്ലനേറ്ററി അല്ലെങ്കിൽ കോഴ്സൽ എസ്സേ നമുക്ക് ഈ ഒരു എക്സാമിന് പ്രതീക്ഷിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ഫോർമാറ്റ് ആണ്. ദെൻ ലാസ്റ്റ് വൺ ജനറൽ ലോങ് എസ്സേ എന്നുള്ളതും അത് നമുക്കറിയാം ഡിസംബർ 2021 അതുപോലെ തന്നെ ജൂൺ 2022 വീണ്ടും അത് കൂടുന്നു. പക്ഷേ ഡിസംബർ 2022 കുറയുന്നു. ജൂൺ 2023 ആകുമ്പോൾ വീണ്ടും കൂടുന്നു. പിന്നീട് അങ്ങോട്ട് അതെന്താണ് എല്ലാ ക്വസ്റ്റ്യൻസിലും എല്ലാ സെഷൻസിലും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ഫോർമാറ്റ് ആയിട്ട് മാറാണ്. ഇപ്പൊ നമ്മളുടെ ജൂൺ 2025 വരെ ഈ ഒരു ക്വസ്റ്റ്യന് നല്ല രീതിയിൽ തന്നെ ബാക്കിയുള്ള എല്ലാ ഫോർമാറ്റിനേക്കാളും കൂടുതൽ ക്വസ്റ്റ്യന് ചോദിച്ചിട്ടുണ്ട് ഈ ഒരു ജനറൽ അല്ലെങ്കിൽ ലോങ് എസ്സേ വിഭാഗത്തിൽ നിന്നും. ഇതാണ് പാറ്റേൺ ഹൈലൈറ്റ്. ഇവിടെ എക്സ്പ്ലനേറ്ററി അല്ലെങ്കിൽ കോഴ്സൽ എസ്സേ എന്ന് പറയുന്നത് എന്താണ് അത് കൂടി വരാണ്. 36% ആയിട്ട് ഒരു ജൂൺ 2025 ആകുമ്പോഴേക്കും അത് കൂടാണ് ചെയ്തിട്ടുള്ളത്.
ദെൻ അനലിറ്റിക് അല്ലെങ്കിൽ അനലിറ്റിക്കൽ എസ്സേയിലേക്ക് വരുമ്പോൾ എന്താണ്, ഇത് കുറെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ലോങ് എസ്സേ ആണ് നമുക്ക് എല്ലാ സെഷൻസിലും ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് എങ്ങനെ പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾക്കറിയാം, നമുക്ക് ടോട്ടൽ 100 മാർക്സ് ആണ് വരുന്നത്. 3 മണിക്കൂറാണ് നമുക്ക് എക്സാമിന് ഉണ്ടാവുക. അതിൽ നമുക്ക് പറയുന്നത് 5 ക്വസ്റ്റ്യൻസ് നമ്മൾ ആൻസർ ചെയ്യണം എന്നുള്ളതാണ്. സോ 5 ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ അതിൽ 4 ലോങ് എസ്സേ ആണ്. സോ ഇവിടെ നിങ്ങളോട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരു ലോങ് എസ്സേക്ക് നിങ്ങൾ മാക്സിമം ഒരു 30 to 35 മിനിറ്റ്സിനുള്ളിൽ ഒരു ലോങ് എസ്സേ കംപ്ലീറ്റ് ചെയ്യുക. അങ്ങനെ 4 ലോങ് എസ്സേക്ക് വേണ്ടിയിട്ട് ടോട്ടൽ ഒരു 130 to 140 മിനിറ്റ്സ് എടുക്കുക. അപ്പം ഈ ഒരു ടൈമിന്റെ ഉള്ളിൽ 4 ലോങ് എസ്സേ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തിരിക്കണം. ദെൻ ഷോർട്ട് നോട്ട്സിലേക്ക് വരുമ്പോൾ 2 ഷോർട്ട് നോട്ടിന് കൂടിയായിട്ട് നിങ്ങൾ ഒരു 20 to 20 മിനിറ്റ്സ് ആണ് എടുക്കേണ്ടത്. ഒരു 10 to 12 മിനിറ്റ്സിനുള്ളിൽ ഒരു ഷോർട്ട് എസ്സേ കംപ്ലീറ്റ് ചെയ്യുക. അങ്ങനെ 2 ഷോർട്ട് എസ്സേ ഒരു 20 to 22 മിനിറ്റ്സിന്റെ ഉള്ളിൽ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുക. ദെൻ ലാസ്റ്റ് വരുന്ന ഒരു 15 to 20 മിനിറ്റ്സ് എന്ന് പറയുന്നത് നിങ്ങൾ എഴുതിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ശരിയാണോ, ഇനി എന്തെങ്കിലും പോയിന്റ്സ് ഇൻക്ലൂഡ് ചെയ്യിക്കാനുണ്ടോ, ഏതെങ്കിലും സബ് ഹെഡിങ്സ് നോക്കാനുണ്ടോ, കൊടുക്കാനുണ്ടോ, ക്വസ്റ്റ്യൻ നമ്പേഴ്സ് ഒക്കെ ഇട്ടിട്ടില്ലേ, അങ്ങനെ ഒരു ഫൈനൽ ആയിട്ടുള്ള ഒരു ചെക്കിങ് നടത്തേണ്ട ഒരു ടൈമാണ് 15 to 20 മിനിറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് അനാലിസിസ് ബൈ ബ്ലോക്സ്, യൂണിറ്റ്സ് ആൻഡ് ടോപ്പിക്സ്. നമുക്ക് ഇത്രയും ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമ്മൾ വിശദമായിട്ട് നമ്മൾ നോക്കിയതിന്റെ അടിസ്ഥാനത്തിൽ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് നോക്കുന്നത്. അപ്പം ടോപ്പ് 10 റിക്കറിംഗ് ക്വസ്റ്റ്യൻസ് ആണുള്ളത്. അതിൽ ഫസ്റ്റ് വൺ എൻലൈറ്റ്മെന്റിൽ നിന്നുള്ള, അതായത് എൻലൈറ്റ്മെന്റിന്റെ റോൾ അല്ലെങ്കിൽ ഇമ്പാക്ട് എന്ന് പറയുന്ന ടോപ്പിക് ആണ്. 7 തവണയാണ് എക്സാമിന് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. രണ്ടാമത്തേത് ബ്യൂറോക്രറ്റൈസേഷൻ, കോൺസെപ്റ്റ് ആൻഡ് ഫോംസ് എന്നുള്ളത് 5 തവണയാണ് എക്സാമിന് ചോദിച്ചത്. ദെൻ തേർഡ് വൺ ഡെമോക്രസി, ഒറിജിൻസ് ഓർ കണ്ടംപററി ചാലഞ്ചസ് എന്നുള്ളത് 4 തവണ എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. ദെൻ റഷ്യൻ റവല്യൂഷൻ ഓർ ഒക്ടോബർ റവല്യൂഷൻ എന്നുള്ളതും 4 തവണ എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. ദെൻ കോൾഡ് വാർ, നേച്ചർ ഓർ ഇമ്പാക്ട് എന്നുള്ളത് 3 തവണ എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. ദെൻ കൊളോണിയലിസം, ഡെഫിനിഷൻ, ഫീച്ചേഴ്സ് ഓർ സ്റ്റേജസ് എന്നുള്ളത് 3 തവണ എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. ദെൻ കൺസ്യൂമറിസം ആൻഡ് ഇറ്റ്സ് ക്രിറ്റിക്സ് 3 തവണയാണ് എക്സാമിന് ചോദിച്ചത്. ദെൻ ഡെമോഗ്രഫിക് ചേഞ്ച്, തിയറീസ് ഓർ ലിങ്കേജസ് എന്നുള്ളതും 3 തവണ എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. ദെൻ ഫ്രഞ്ച് റവല്യൂഷൻ, ലെഗസി ഓർ കൾച്ചറൽ ലെഗസി എന്നുള്ളതും 3 തവണ എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. ദെൻ ലാസ്റ്റ് വൺ ലിബറൽ കൺസെപ്ഷൻ ഓഫ് ദ സ്റ്റേറ്റ് 3 തവണയാണ് എക്സാമിന് ചോദിച്ചിട്ടുള്ളത്. സോ ഇനി നമുക്ക് ഒരു ഫ്രീക്വൻസി ടേബിൾ നോക്കാം. അതിൽ നമ്മൾ യൂണിറ്റ് 2-ൽ നിന്നുള്ള എൻലൈറ്റ്മെന്റ്, റോൾ, ഇമ്പാക്ട് ഇൻക്ലൂഡിംഗ് സയൻസ് ആൻഡ് നോളജ് എന്നുള്ളത് 7 തവണയാണ് എക്സാമിന് ചോദിച്ചത്. അതിന്റെ ആവറേജ് മാർക്ക് വരുന്നത് 18.6 ആണ്. ദെൻ യൂണിറ്റ് 5-ലെ ബ്യൂറോക്രറ്റൈസേഷൻ, കോൺസെപ്റ്റ് ഓർ ഫോംസ് എന്നുള്ളത് 5 തവണ എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. ആവറേജ് മാർക്ക് 16 ആണ്. ദെൻ ഡെമോക്രസി, കണ്ടംപററി ചാലഞ്ചസ് ഓർ ഒറിജിൻ എന്നുള്ള യൂണിറ്റ് 6-ൽ നിന്നുള്ള ടോപ്പിക് 17.5 ആണ് ആവറേജ് മാർക്ക്. 4 തവണയാണ് എക്സാമിന് ചോദിച്ചത്. ദെൻ യൂണിറ്റ് 17-ൽ നിന്നുള്ള റഷ്യൻ റവല്യൂഷൻ ഓർ ഒക്ടോബർ റവല്യൂഷൻ എന്നുള്ളതും 17.5 ആവറേജ് മാർക്ക് വരുന്ന 4 തവണ എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ദെൻ യൂണിറ്റ് 16-ലെ കോൾഡ് വാർ, നേച്ചർ ഓർ ഇമ്പാക്ട് എന്നുള്ളതും 20 ആവറേജ് മാർക്ക് വരുന്ന 3 തവണ എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ദെൻ യൂണിറ്റ് 12-ലെ കൊളോണിയലിസം, ഡെഫിനിഷൻ, ഫീച്ചേഴ്സ് ഓർ സ്റ്റേജസ് എന്നുള്ളതും 16.7 ആവറേജ് മാർക്ക് വരുന്ന 3 തവണ എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ദെൻ യൂണിറ്റ് 25-ലെ കൺസ്യൂമറിസം 16.7 ആവറേജ് മാർക്ക് വരുന്ന 3 തവണ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ദെൻ യൂണിറ്റ് 23-ലെ ഡെമോഗ്രഫിക് ചേഞ്ച്, തിയറീസ് ഓർ ലിങ്കേജസ് എന്നുള്ളതും 16.7 ആവറേജ് മാർക്ക് വരുന്ന 3 തവണ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ദെൻ യൂണിറ്റ് 3-ലെ ഫ്രഞ്ച് റവല്യൂഷൻ, ലെഗസി ഓർ കൾച്ചറൽ ലെഗസി എന്നുള്ളതും 16.7 ആവറേജ് മാർക്ക് വരുന്ന 3 തവണ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ദെൻ ലിബറൽ കൺസെപ്ഷൻ ഓഫ് ദ സ്റ്റേറ്റ് എന്നുള്ള യൂണിറ്റ് 4-ൽ നിന്നുള്ള ക്വസ്റ്റ്യന് 16.7 ആവറേജ് മാർക്ക് വരുന്ന 3 തവണ ചോദിച്ചിട്ടുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്. സോ അതിന്റെ ഒരു വിഷ്വലൈസേഷൻ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പം ഈ ഒരു ടോപ്പ് 10 റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ഏകദേശം 32.8% ചോദിച്ചിട്ടുണ്ട്. ബാക്കി ഏരിയാസിൽ നിന്നും 67.2% ആണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻസിനെ ഏത് രീതിയിൽ നമ്മൾ അപ്രോച്ച് ചെയ്യണം, എങ്ങനെ ക്വസ്റ്റ്യൻസിന് നമ്മൾ ആൻസർ ചെയ്യണം. അപ്പൊ അതിലെ ഫസ്റ്റ് ഒരു ടെക്നിക് എന്ന് പറയുന്നത് ഡ്രിൽ ദ സ്ട്രക്ചർ എന്നുള്ളതാണ്. അപ്പൊ ഇത്രയും ടോപ്പ് 10 ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തല്ലോ. അപ്പം ഈ ഓരോ ടോപ്പിക്കുകളെയും വെച്ചിട്ട് നിങ്ങൾ ഒരു 5 മിനിറ്റിൽ ഒരു ഔട്ട്ലൈന് തയ്യാറാക്കുക.
അതിനുശേഷം ഒരു 12 to 13 മിനിറ്റ്സിന്റെ ഉള്ളിൽ അതിനെ എന്താക്കുക, നിങ്ങൾ എലാബറേറ്റ് ആക്കിയിട്ട് അതിലെ ഇൻട്രൊഡക്ഷനും അതിന്റെ മെയിൻ ബോഡിയും കൺക്ലൂഷനും ഒക്കെ അടുത്തുള്ള ഒരു എസ്സി ആയിട്ട് നിങ്ങൾ അതിനെ മാറ്റാം. അങ്ങനെ നിങ്ങൾക്ക് അതൊരു 500 വേർഡ്സിലൊക്കെ എഴുതാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക. അങ്ങനെ അതിനെ പ്രാക്ടീസ് ചെയ്യാനുള്ളതാണ് ഒരു ടെക്നിക്ക്. രണ്ടാമതായിട്ട് ആൻസർ ബാങ്ക്. നിങ്ങൾ ഒരു കോർ ആൻസർ ബാങ്ക് ക്രിയേറ്റ് ചെയ്യുക. ഈ ഓരോ ടോപ്പിക്കിനെയും വെച്ചിട്ട് അതിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ കൊടുക്കേണ്ട ആർഗ്യുമെന്റ്സും അതിലെ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നിങ്ങൾ ഏത് രീതിയിൽ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാലും ഈ ഒരു കാര്യം നമുക്ക് അതിൽ ഉൾക്കൊള്ളിക്കണം. ആ രീതിയിൽ ഒരു ആൻസർ ബാങ്ക് ക്രിയേറ്റ് ചെയ്യുക. ദെൻ വീണ്ടും അടുത്തൊരു ടെക്നിക്ക് ആയിട്ട് പറയുന്നത് ടൈംഡ് ട്വൈസ് മിനിമം. ഓരോ ക്വസ്റ്റ്യൻസും എന്താണ് 2 തവണയെങ്കിലും നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. അതിനെ തന്നെ ലോങ് ആൻസർ ആയിട്ട് ഒരു ടോപ്പിക്കിനെ എഴുതി നോക്കുക, ആ ഒരു ടോപ്പിക്കിനെ തന്നെ ഷോർട്ട് നോട്ട് ആയിട്ടും എഴുതി നോക്കാം. ദെൻ ടോപ്പിക് പ്രോബബിലിറ്റി ആൻഡ് പ്രെഡിക്ഷൻ അനാലിസിസ്. അപ്പൊ നമ്മൾ ഇനി ഈ ഒരു ഡിസംബർ എക്സാമിന് നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ആണ് നോക്കുന്നത്. അതിലെ യൂണിറ്റ് 16 നിന്നുള്ള കോൾഡ് വാർ, ദെൻ IR തിയറീസ്, ഇന്റർനാഷണൽ റൈവാൽറി തിയറീസ് ആൻഡ് നോൺ അലൈൻഡ് മൂവ്മെന്റ്, ഹൈ പ്രോബബിലിറ്റി ഉള്ള 100% പ്രോബബിലിറ്റി ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് യൂണിറ്റ് 16 നിന്നുള്ള കോൾഡ് വാർ, അതുപോലെ തന്നെ IR തിയറീസ് ആൻഡ് നോൺ അലൈൻഡ് മൂവ്മെന്റ്സ് എന്നുള്ള ടോപ്പിക്കുകൾ. അപ്പൊ എന്തായാലും തീർച്ചയായിട്ടും നിങ്ങൾ ഈ ടോപ്പിക്കുകൾ പഠിക്കുക. ദെൻ യൂണിറ്റ് 9 ക്യാപിറ്റലിസം ആൻഡ് ഇൻഡസ്ട്രിയലൈസേഷൻ പാത്സ് ഇമ്പാക്ട് എന്നുള്ളതും 100% സാധ്യതയുള്ള ഹൈ കാറ്റഗറിയിൽ വരുന്ന ടോപ്പിക്സ് ആണ്. ദെൻ യൂണിറ്റ് 2 എൻലൈറ്റ്മെന്റ് ഐഡിയാസ് സയൻസ് ആൻഡ് ഇമ്പാക്ട് എന്നുള്ളതും ഹൈ കാറ്റഗറിയിൽ വരുന്ന 87.5% സാധ്യതയുള്ള ടോപ്പിക്സ് ആണ്. ദെൻ യൂണിറ്റ് 7 മോഡേൺ സ്റ്റേറ്റ് ആൻഡ് വെൽഫെയർ കോൺസെപ്റ്റ് ആൻഡ് കേസസ് എന്നുള്ളത് ഹൈ കാറ്റഗറിയിൽ വരുന്ന 75% സാധ്യതയുള്ള ക്വസ്റ്റ്യൻ ആണ്. ദെൻ യൂണിറ്റ് 19 നോളജ് റവല്യൂഷൻ എഡ്യൂക്കേഷൻ പ്രിന്റ് ആൻഡ് മീഡിയ എന്നുള്ളത് മീഡിയം കാറ്റഗറിയിൽ വരുന്ന 62.5% സാധ്യതയുള്ള ടോപ്പിക് ആണ്. ദെൻ യൂണിറ്റ് 4 തിയറീസ് ഓഫ് ദ സ്റ്റേറ്റ് ലിബറൽ മാർക്സിസ്റ്റ് ഗാന്ധിയൻ കോൺസെപ്റ്റ് എന്നുള്ളത് മീഡിയം കാറ്റഗറിയിൽ വരുന്ന 62.5% സാധ്യതയുള്ള ടോപ്പിക് ആണ്. ദെൻ യൂണിറ്റ് 5 ബ്യൂറോക്രറ്റൈസേഷൻ കോൺസെപ്റ്റ് ആൻഡ് ഫോംസ് എന്നുള്ളത് മീഡിയം കാറ്റഗറിയിൽ വരുന്ന 62.5% സാധ്യതയുള്ള ടോപ്പിക് ആണ്. ദെൻ യൂണിറ്റ് 20 ടെക്നോളജിക്കൽ പ്രോഗ്രസ് മെഡിസിൻ ഓർ HGP മീഡിയം കാറ്റഗറിയിൽ വരുന്ന 50% സാധ്യതയുള്ള ടോപ്പിക് ആണ്. ദെൻ യൂണിറ്റ് 3 ഫ്രഞ്ച് റവല്യൂഷൻ ലെഗസി കൾച്ചർ ആൻഡ് നാഷണലിസം എന്നുള്ളതും മീഡിയം കാറ്റഗറിയിൽ വരുന്ന 50% സാധ്യതയുള്ള ടോപ്പിക് ആണ്. ദെൻ യൂണിറ്റ് 6 ഡെമോക്രസി ഒറിജിൻസ് ഐഡിയാസ് ആൻഡ് ചാലഞ്ചസ് എന്നുള്ളതും മീഡിയം കാറ്റഗറിയിൽ വരുന്ന 50% സാധ്യതയുള്ള ഒരു ടോപ്പിക് ആണ്. ദെൻ യൂണിറ്റ് 11 ഇമ്പീരിയലിസം തിയറീസ് ആൻഡ് സ്റ്റേജസ് എന്നുള്ളത് ലോ കാറ്റഗറിയിൽ വരുന്ന 37.5% സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ദെൻ യൂണിറ്റ് 14 മൈഗ്രേഷൻ ഫാക്ടേഴ്സ് പോസ്റ്റ് മൈഗ്രേഷൻ ആൻഡ് സ്ലേവറി എന്നുള്ളതും ലോ കാറ്റഗറിയിൽ വരുന്ന 37.5% സാധ്യതയുള്ള ടോപ്പിക് ആണ്. Then Unit 17 റഷ്യൻ റവല്യൂഷൻ പ്രെല്യൂഡ് ഓർ 1917 ഓൺ ലെഗസി എന്നുള്ളത് ലോ കാറ്റഗറിയിൽ വരുന്ന 37.5% സാധ്യതയുള്ള ടോപ്പിക് ആണ്. Then Unit 23 ഡെമോഗ്രഫി തിയറീസ് ആൻഡ് ലിങ്കേജസ് എന്നുള്ളതും ലോ കാറ്റഗറിയിൽ വരുന്ന 37.5% സാധ്യതയുള്ള ഒരു ടോപ്പിക് ആണ്. Then Unit 25 കൺസ്യൂമറിസം ആൻഡ് ക്രിറ്റിക്സ് എന്നുള്ളതും ലോ കാറ്റഗറിയിൽ വരുന്ന 37.5% സാധ്യതയുള്ള ഒരു ടോപ്പിക് ആണ്. Then Unit 8 നേഷൻ ആൻഡ് നാഷണലിസം എന്നുള്ളതും ലോ കാറ്റഗറിയിൽ വരുന്ന 37.5% സാധ്യതയുള്ള ടോപ്പിക് ആണ്. Then Unit 1 റിനൈസൻസ് ആൻഡ് സെക്യുലർ ഓപ്പണിംഗ്സ് എന്നുള്ളതും ലോ കാറ്റഗറിയിൽ വരുന്ന 25% സാധ്യതയുള്ള ടോപ്പിക് ആണ്. Then Unit 12 കൊളോണിയലിസം ഡെഫിനിഷൻ ഫീച്ചേഴ്സ് ആൻഡ് സ്റ്റേജസ് എന്നുള്ളതും ലോ കാറ്റഗറിയിൽ വരുന്ന 25% സാധ്യതയുള്ള ഒരു ടോപ്പിക് ആണ്. Then Unit 13 ഡീകോളനൈസേഷൻ അപ്രോച്ചസ് ഓർ കമ്പാരിസൺസ് എന്നുള്ളതും ലോ കാറ്റഗറിയിൽ വരുന്ന 25% സാധ്യതയുള്ള ഒരു ടോപ്പിക് ആണ്. Then Unit 21 മോഡേൺ വാർഫെയർ ആൻഡ് കൊളോണിയൽ ആർമീസ് എന്നുള്ളത് ലോ കാറ്റഗറിയിൽ വരുന്ന 25% സാധ്യതയുള്ള ഒരു ടോപ്പിക് ആണ്. Then Unit 22 കൊളാപ്സ് ഓഫ് ദ USSR എന്നുള്ളത് ലോ കാറ്റഗറിയിൽ വരുന്ന 25% സാധ്യതയുള്ള ഒരു ടോപ്പിക് ആണ്. Then Unit 26 ഗ്ലോബലൈസേഷൻ ആൻഡ് അണ്ടർ ഡെവലപ്മെന്റ് എന്നുള്ളത് ലോ കാറ്റഗറിയിൽ വരുന്ന 25% സാധ്യതയുള്ള ഒരു ടോപ്പിക് ആണ്. Then Unit 15 നേഷൻ സ്റ്റേറ്റ് സിസ്റ്റംസ് ആൻഡ് ഇന്റർനാഷണൽ റിലേഷൻസ് എന്നുള്ളതും ലോ കാറ്റഗറിയിൽ വരുന്ന 12.5% സാധ്യതയുള്ള ടോപ്പിക് ആണ്.
ദെൻ യൂണിറ്റ് 24 എക്കോളജി ആൻഡ് എൻവയോൺമെന്റൽ ചേഞ്ച് എന്നുള്ളതും ലോ കാറ്റഗറിയിൽ വരുന്ന 12.5% സാധ്യതയുള്ള ഒരു ടോപ്പിക് ആണ്. ഓക്കെ, അപ്പൊ എന്തുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ടോപ്പിക്കുകൾ ഹൈ അല്ലെങ്കിൽ മീഡിയം കാറ്റഗറി ആണ് അല്ലെങ്കിൽ മീഡിയം റെലവെന്റ് ആണ് എന്നൊക്കെ പറയുന്നത്? അത് എത്രത്തോളം തവണ എക്സാമിന് ചോദിച്ചു എന്നതിന്റെ അടിസ്ഥാനത്തിലാണ്. ഇപ്പൊ നമ്മൾ കോൾഡ് വാർ, ഇന്റർനാഷണൽ റൈവാലറി തിയറീസ് ആൻഡ് നോൺ അലൈൻഡ് മൂവ്മെന്റ്സ് ഒക്കെ നോക്കുന്ന സമയത്ത് നമ്മളുടെ ഓൾമോസ്റ്റ് 6 ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലും ഈ ഒരു ചോദ്യം നമുക്ക് കാണാൻ പറ്റും എന്നുള്ളതാണ്. അതുപോലെ തന്നെ ക്യാപിറ്റലിസം ആൻഡ് ഇൻഡസ്ട്രിയലൈസേഷൻ ആണെങ്കിലും 6 തവണ ചോദിച്ചിട്ടുണ്ട്. എൻലൈറ്റ്മെന്റ്, ഐഡിയ, സയൻസ് ആൻഡ് ഇമ്പാക്ട് എന്നുള്ളതും 6 ക്വസ്റ്റ്യൻ പേപ്പറിൽ എടുത്തു നോക്കിയാൽ അതിൽ 5 ക്വസ്റ്റ്യൻ പേപ്പറിലും ചോദിച്ചിട്ടുള്ള ടോപ്പിക് ആണ്. ദെൻ മോഡേൺ സ്റ്റേറ്റ് ആൻഡ് വെൽഫെയർ എന്നുള്ളതും സെയിം 6 ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിയ സമയത്ത് അതിൽ 5 ക്വസ്റ്റ്യൻ പേപ്പറിലും ഈ ഒരു ഏരിയയിൽ നിന്നും ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ദെൻ തിയറീസ് ഓഫ് ദ സ്റ്റേറ്റ് എന്നുള്ളതും 6 ക്വസ്റ്റ്യൻ പേപ്പറിൽ നോക്കുന്ന സമയത്ത് 3 ക്വസ്റ്റ്യൻ പേപ്പറിലും നമുക്ക് വന്നിട്ടുള്ള ഒരു ഏരിയ ആണ്. ദെൻ ബ്യൂറോക്രറ്റൈസേഷൻ കോൺസെപ്റ്റ് ആൻഡ് ഫോംസ് എന്നുള്ളതും 4 തവണയാണ് എക്സാമിന് ചോദിച്ചത്. നോളജ് റവല്യൂഷൻ, എഡ്യൂക്കേഷൻ, പ്രിന്റ് മീഡിയ എന്നുള്ളത് 3 തവണ ചോദിച്ചിട്ടുള്ള ഒരു ടോപ്പിക് ആണ്. ദെൻ ടെക്നോളജിക്കൽ പ്രോഗ്രസ്, മോഡേൺ മെഡിസിൻ ഓർ HGP എന്നുള്ളത് 3 തവണ ചോദിച്ചിട്ടുണ്ട്. ദെൻ പ്രയോറിറ്റി സ്റ്റഡി ലിസ്റ്റ്. സോ ഇവിടെ നിങ്ങൾ ഏറ്റവും കൂടുതൽ ഈ ഒരു സമയത്ത് പ്രയോറിറ്റി കൊടുക്കേണ്ടത് നമ്മൾ പറഞ്ഞിട്ടുള്ള ഒരു ഹൈ ഈൽഡ് ടോപ്പിക്സിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. അപ്പൊ അതിൽ കോൾഡ് വാർ, അതുപോലെ തന്നെ നോൺ അലൈൻഡ് മൂവ്മെന്റ്സ്, ക്യാപിറ്റലിസം, ഇൻഡസ്ട്രിയലൈസേഷൻ, ഇതാണ് ഹൈലി നിങ്ങൾ പ്രയോറിറ്റി കൊടുക്കേണ്ട ഏരിയാസ് എന്ന് പറയുന്നത്. അപ്പൊ അതിൽ 500 വേർഡ്സിലാണ് എഴുതേണ്ടത്. അതിന് കൃത്യമായിട്ട് ഒരു ഇൻട്രൊഡക്ഷൻ വേണം, ദെൻ അതിൽ മെയിൻ ബോഡി വേണം, ദെൻ അതിൽ ഒരു കൺക്ലൂഷൻ വേണം. സോ നിങ്ങൾ ഈ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മളിപ്പോ പറഞ്ഞല്ലോ, അതിൽ ഹൈലി നമുക്ക് സാധ്യതയുള്ള ഓരോ ടോപ്പിക്കുകളും എടുത്തിട്ട് നിങ്ങൾ അതൊന്ന് എഴുതി നോക്കാം. അതിന്റെ ഡെഫിനിഷൻസും അതിന്റെ മെയിൻ ബോഡിയും അതിൽ ഒരു ഹിസ്റ്റോറിയോഗ്രഫി ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട്, എക്സാമ്പിൾസ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് നിങ്ങൾ അതിനൊന്ന് പ്രാക്ടീസ് ചെയ്യാം. ദെൻ ഇനി മീഡിയം റെലവെന്റ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ എൻലൈറ്റ്മെന്റ്, വെൽഫെയർ, സ്റ്റേറ്റ് തിയറീസ്, ബ്യൂറോക്രറ്റൈസേഷൻ, നോളജ് റവല്യൂഷൻ, മോഡേൺ മെഡിസിൻ ഓർ HGP തുടങ്ങിയിട്ടുള്ള ടോപ്പിക്കുകൾ പഠിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഫ്ലാഷ് കാർഡ്സ് ഉണ്ടാക്കാം. അപ്പൊ ഫ്ലാഷ് കാർഡ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഓരോ കാർഡിലും ഓരോ ടോപ്പിക് ചൂസ് ചെയ്യുക. എന്നിട്ട് ഓരോ കാർഡിലും അതിലെ കോർ ടേംസ് എഴുതി വെക്കുക, അതിന്റെ സിഗ്നിഫിക്കൻസ് എന്തൊക്കെയാണ്, അതിന്റെ പ്രോഗ്രസ് എന്തൊക്കെയാണ്, അങ്ങനത്തെ കാര്യങ്ങൾ, അതിന്റെ കീ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്, ഇത്തരം കാര്യങ്ങളൊക്കെ അതിൽ എഴുതി വെക്കുക. അതിനുശേഷം ഒരു ടീച്ച് ബാക്ക് മെത്തേഡ് യൂസ് ചെയ്യുക. ഒരു 3 മിനിറ്റ് യൂസ് ചെയ്തിട്ട് ഈ ഒരു ടോപ്പിക് വെച്ചിട്ട് നിങ്ങൾ സ്വയം ലൗഡ് ആയിട്ട് കൊണ്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. അപ്പം മുന്നിൽ ഒരു സ്റ്റുഡന്റ് ഉണ്ട് എന്നുള്ള രീതിയിൽ നിങ്ങൾ ഈ ഒരു ഫ്ലാഷ് കാർഡ് എടുത്തിട്ട് ആ ഒരു ടോപ്പിക് വെച്ചിട്ട് ആ കീ ടേംസ് വെച്ചിട്ട് നിങ്ങൾ കാര്യങ്ങൾ പറഞ്ഞു നോക്കുക. അപ്പൊ നിങ്ങൾക്ക് എന്താണ് പെട്ടെന്ന് അത് റീകോൾ ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ പറയുമ്പോൾ എക്സാമിന് നിങ്ങൾ ക്വസ്റ്റ്യൻസ് നിങ്ങളുടെ മുന്നിൽ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് റീകോൾ ചെയ്യാൻ പറ്റും. ആ ഒരു ടോപ്പിക്കിൽ എന്തൊക്കെയായിരുന്നു വരുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് റീകോൾ ചെയ്യാം. സോ ഈ ഒരു ടീച്ച് ബാക്ക് മെത്തേഡ് യൂസ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ഒരു 5 മിനിറ്റ്സ് എടുത്തിട്ട് ഔട്ട്ലൈൻ തയ്യാറാക്കുക. ദെൻ ഒരു 12 മിനിറ്റ്സിന്റെ ഉള്ളിൽ നിങ്ങൾ ഒന്ന് essay ആയിട്ട് എഴുതി നോക്കാം. ഇനി ലോ റെലവെന്റ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ വരുന്ന സമയത്ത് അതിൽ നമ്മളുടെ ഫ്രഞ്ച് റവല്യൂഷൻ, ഡെമോക്രസി, റഷ്യൻ റവല്യൂഷൻ, എക്കോളജി, കൺസ്യൂമറിസം, അതുപോലെ തന്നെ ഗ്ലോബലൈസേഷൻ, അണ്ടർ ഡെവലപ്മെന്റ് തുടങ്ങിയിട്ടുള്ള ഒരു ഏരിയാസ് ഒക്കെ അതിൽ നിന്നും ക്വസ്റ്റ്യൻസ് വരുന്ന സമയത്ത് നിങ്ങൾ അതിന്റെ ജസ്റ്റ് ഒരു മോഡൽ ആൻസർ നിങ്ങൾ തയ്യാറാക്കി വെക്കുക. അതിനെ വളരെ ഷോർട്ട് നോട്ട് വേർഷൻസിലേക്കും അതിനെ നിങ്ങൾ ആക്കി വെക്കുക എന്നുള്ളതാണ്. ഓക്കെ, ഇനി ഫൈനൽ ആയിട്ട് നമുക്ക് ഈ ഒരു എക്സാമിന് നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ് എന്ന് നമ്മൾ വെച്ചുകൊണ്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. മാസ്റ്റർ ഓഫ് ആർട്സ് ഹിസ്റ്ററി MAHI ടേം ആൻഡ് എക്സാമിനേഷൻ ഡിസംബർ 2025, MHI 102 മോഡേൺ വേൾഡ്. മാക്സിമം മാർക്ക് വരുന്നത് 100 ആണ്. ടോട്ടൽ 3 hours ആണുള്ളത്. സോ ഇവിടെ നമ്മളുടെ ഇൻസ്ട്രക്ഷൻ കൊടുത്തിട്ടുള്ളത് ആൻസർ എനി 5 questions in about 500 words each. Attempt at least 2 questions from each section. All questions carry equal marks. അപ്പം 5 questions ആണ് നമ്മൾ അറ്റൻഡ് ചെയ്യേണ്ടത്. 500 വേർഡ്സിലാണ് എഴുതേണ്ടത്. എല്ലാ ക്വസ്റ്റ്യൻസിനും നമ്മൾ ആൻസർ ചെയ്യുന്ന എല്ലാ ക്വസ്റ്റ്യൻസ് എന്താണ് 20 മാർക്ക് വെച്ച് വീതമായിരിക്കും ഉണ്ടാവുക. അതിൽ നമുക്ക് 2 സെക്ഷൻസ് ആയിട്ടായിരിക്കും ഉണ്ടാവുക. ഫസ്റ്റ് സെക്ഷനിൽ വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഫസ്റ്റ് വൺ, explain how the Enlightenment's ideas of progress reshaped the views of society and religion, assessing the tension it created with established authority. 20 mark in a long essay question ആണ്. Then second one, compare the liberal and Marxist conception of the state, bringing out their assumptions about rights, power and social change. 20 mark in a question ആണ്. Then third one, evaluate the alternative paths of capitalist industrialization in Britain,
France and Germany and discuss their consequences for class structure. Then fourth one, trace the shift from monopoly trade to finance capitalism and show how this trajectory structured colonial rule. Then fifth one, discuss bureaucratization as a hallmark of modernity, illustrating forms within the state, political parties and trade unions. 20 മാർക്കിന് വരുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്. ഇനി സെക്ഷൻ 2ലേക്ക് നോക്കുമ്പോൾ analyze the Cold War as a system of rivalries and explain how non-alignment sought strategic autonomy for newly independent states. Then next question, from charity to welfare, discuss the evolution of welfare provisions in England and compare it with the Bismarckian initiative in Germany. Then next question, what is a nation? Examine how nations are formed, distinguishing agrarian and industrial roots to nationalism. 20 mark question ആണ്. Then explain how printing, mass broadcasting and the internet transformed knowledge production and public communication from the 19th century onwards. Then finally, write short notes on any two of the following in about 250 words each. First topic, demographic transition theory. Second, bourgeois culture in the modern world. Then distinctive feature of modern armies in the colonies. Then fourth one, significance of human genome project. അപ്പം ഇത്രയാണ് നമ്മളുടെ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ്. അപ്പം ഇതിന്റെ ആൻസേഴ്സ് ഒക്കെ നിങ്ങൾക്ക് ആപ്പിൽ അവൈലബിൾ ആയിരിക്കും. സോ നിങ്ങൾ അത് ചെക്ക് ചെയ്യുക, അത് പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ്. എക്സാം ഒക്കെ നല്ല കോൺഫിഡന്റ് ആയിട്ട് ഈ പ്രധാനപ്പെട്ട എല്ലാ ടോപ്പിക്കുകളും പഠിച്ചിട്ട് നല്ലപോലെ തന്നെ പ്രാക്ടീസ് ചെയ്തിട്ട് എക്സാം അറ്റൻഡ് ചെയ്യുക. ഓക്കെ, ദാറ്റ്സ് ഓൾ. വീട്ടിലിരുന്ന് ഡിഗ്രി PG പഠിക്കാം. ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലെൻവൈസിന്റെ സഹായത്തോടെ രാജ്യത്തെ ഏറ്റവും മികച്ച ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയായ ഇഗ്നോയിൽ നിന്നും ഡിഗ്രി അല്ലെങ്കിൽ PG നേടാം. കൂടുതൽ വിവരങ്ങൾക്കായി എത്രയും പെട്ടെന്ന് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക.